ഭഗവാനെ, ഇവരെ കാണുന്നില്ലല്ലോ. എന്തോ പറ്റി? 3-4 ദിവസം കൊണ്ട് അനക്കോ ആദ്യമൊന്നുമില്ല. ഇനി തട്ടിപ്പോയോ? തട്ടിപ്പോയെങ്കിൽ നമ്മൾ അറിയുമല്ലോ. എൻ്റെ അയലോക്കക്കാരാ, ഒരമ്മൂമ്മ, ചക്കിയമ്മൂമ്മ എന്നാ പേര്. ഇവര് കാരണം 2 കാര്യങ്ങളാണ് ഇവിടെ മുടങ്ങി കിടക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ ഇടക്കൂടുള്ള ഈ മതിൽ കെട്ട്. 2, എൻ്റെ മോട കെട്ട്. എനിക്ക് ഈ വസ്തു വിറ്റിട്ട് വേണം എൻ്റെ മോട കല്യാണം നടത്താൻ. കൊന്നാൽ അവർ ഈ അതിരെ കൈവെക്കാൻ അവർ സമ്മതിക്കത്തില്ല. പുഴുത്ത തെറി പറച്ചിൽ മാത്രമല്ലെന്ന്, ഇവർ തൊഴുത് പ്രാവിക്കളയും, പ്രാവിയെ പലിക്കുകയും ചെയ്യും. എനിക്ക് എങ്ങനെയും എൻ്റെ വസ്തു വിൽക്കണം, എൻ്റെ മോളെ കെട്ടിക്കണം. 10 സെന്റ് വസ്തു ഉണ്ടായിരുന്നു എനിക്ക്, ഇപ്പൊ 3 സെന്റേ ഉള്ളൂ. 3 സെന്റ് വസ്തു ഉണ്ടായിരുന്നു അവർക്ക്, ഇപ്പൊ 10 സെന്റായി. ഇപ്പൊ മനസ്സിലായാലും അവരെ ജോലി ചെയ്ത് വന്നു. എങ്ങനെയായാലും എനിക്ക് എൻ്റെ ഈ മതിൽ കെട്ടി എനിക്ക് തീർത്തേ പറ്റും. 2 മേശരിമാരെ വിളിച്ചു. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഇന്ന് പണി ഞാൻ തീർക്കും. മേശരിമാര് വരാറായി നോക്കട്ടെ. ഹലോ ഹലോ, ആ മേശരി, ഞാൻ നമ്മുടെ മതിൽ കെട്ടുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? മതിൽ കെട്ടുന്ന കാര്യം പറഞ്ഞായിരുന്നു. മേശരി വരുന്നില്ല ഇങ്ങോട്ട്, നമുക്ക് ഇന്നും കെട്ടായിരുന്നു. ഈ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന വഴിയെന്ന് പറഞ്ഞതാന്നേ. നമ്മുടെ വഴി എന്ന് പറയുന്ന ആ പമ്പിന്റെ ഇപ്പുറത്തെ ട്രാൻസ്ഫോമറിന്റെ മേളിലോട്ട് കയറി വന്നാ മതി. ട്രാൻസ്ഫോമറിന്റെ മേളിലോട്ട് കയറിയ കറണ്ട് അടിക്കല്ലേ? ഓ, നിങ്ങളെ ട്രാൻസ്ഫോമറിന്റെ മണ്ടേ കയറാനല്ല പറഞ്ഞത്. ആ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് മേലോട്ട് വഴി കിടക്കുന്നില്ലേ, ആ വഴിയെ ഇങ്ങനെ മേലോട്ട് കയറി വരുമ്പം വലത്ത് സൈഡിൽ ലാസ്റ്റ് വീട്. വലത്ത് സൈഡിൽ ലാസ്റ്റ് വീടാ? അത് തന്നെ ലാസ്റ്റ് വീട്. മറ്റേ ചക്കിയമ്മ താമസിക്കുന്ന വീടാണ് അത്? അല്ല അതിനെന്താ നമുക്ക്. എന്റെ ദൈവമേ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ഞാനില്ല, ഞങ്ങളുടെ പല ആൾക്കാരും വന്ന് അവിടെ പണി തീർത്തിട്ട് അവര് പ്രാഗി തലകർപ്പിച്ചിട്ടുണ്ട്. ഞാൻ വരികയില്ല എന്റെ പൊന്നെ. പ്രായമായെങ്കിലും പണിയെടുത്ത് ജീവിച്ചോട്ടെ എന്റെ പൊന്നിയേർക്കാം. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. ഞാൻ വേണമെങ്കിൽ ഇവൻ കെവിയില്ല, ഇനി കയറി പിടിക്കാം. വേണമെങ്കിൽ ട്രാൻസ്ഫോമർ കയറി ആത്മഹത്യ, എന്നാലും ഞാൻ പണിക്ക് വരികയില്ല. ഞാൻ പറയുന്നൊന്ന് കേട്ടാ. ഹലോ വെച്ചിട്ട് പോയി. എങ്ങനെ വരും? ഇവരുടെ സ്വഭാവം നാട്ടുകാർക്ക് മൊത്തം അറിയാം. എന്ത് വന്നാലും വേണ്ടി അല്ല, ഇന്ന് ഞാൻ പണി തീർക്കും. വേറൊരുത്തം വരാന്ന് പറഞ്ഞില്ല, അവനെയും കാണുന്നില്ലല്ലോ. നോക്കട്ടെ, ബെല്ലുണ്ട്, എടുക്കുന്നില്ല. വന്നോണ്ടിരിക്കുക, വണ്ടിയിൽ വന്നോണ്ടിരിക്കുമായിരിക്കും. എൻ്റെ ദൈവമേ, ഈ മതിലിൻ്റെ പണി എന്ന് തീരും? ഇവരുടെ ശല്യം കാരണം ഞാൻ വില്ലേജ് ഓഫീസിൽ പോയി പരാതി പറഞ്ഞു മതിൽ കെട്ടാൻ. വില്ലേജ് ഓഫീസിൽ നിന്ന് ആരും ഇവിടെ വരത്തില്ല. പഞ്ചായത്തിൽ പോയി പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് ആരും വരത്തില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ആരും വരത്തില്ല. എങ്ങനെ വരും? ഇവരുടെ വായി പോയി പിഴയ്ക്കാൻ പറ്റുമോ? ചീത്ത വിളിയും പ്രാക്കും. അത് കാരണം ഒരു കുഞ്ഞുങ്ങൾ വരത്തില്ല. എന്നാൽ കിട്ടുന്ന വിലയ്ക്ക് ഇത് പുല്ല് വിറ്റിട്ട് പോകാമെന്ന് വെച്ചാലോ? സെന്റിന് 1.5 ലക്ഷം രൂപ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല. ഇപ്പൊ 1500 രൂപയ്ക്ക് ഞാൻ കൊടുക്കാൻ നടന്ന കാര്യം വാങ്ങിക്കുന്നില്ല. അത്ര നല്ല അയലോക്കോ വലിയോ കിടക്കുന്നേ. എനിക്ക് ആ ദുരിതം മൊത്തം. എന്തായാലും ഇന്ന് ആ ദുരിതം ഞാൻ തീർക്കും. മേശരി വരുന്നതിന് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ എളുപ്പമുണ്ട്, പണി എങ്ങനെ നടക്കും. അതെ, മേശരി പാട്ടൊക്കെ ഇട്ടോണ്ട് വന്ന്. അയ്യോ, ഞാൻ ഇട്ടോണ്ട് വന്ന പാട്ടല്ല. അവിടെ ഇന്നൊരു പാട്ടിട്ടു, ഞാൻ എന്റെ സൈഡ് വാരം പിടിച്ച് കയറി വന്നു. ഇതുപോലെ നിങ്ങളുടെ ദേശീയ ഗാനമാണല്ലോ. ഈ പാട്ടിട്ടുള്ളൊരു ഗുണമുണ്ട്. എന്താ? ക്യാരക്ടർ എന്താന്ന് പറയണ്ട, എല്ലാവർക്കും പിടികിട്ടി കാണും. അപ്പൊ മേശരി, നമുക്ക് ഈ മതിലാണ് നമുക്ക് കെട്ടാനുള്ളത്. ഈ മതിലല്ലേ? ഇവിടെ ഇങ്ങനല്ലേ? ഇങ്ങനെ കെട്ടി നമുക്ക് തിരിക്കും. അയ്യോ, എന്താ? ഇതാ മറ്റേ അവരുടെ വീടല്ലേ, ചക്കിയെന്ന് അവരാകുന്നവരുടെ? അല്ല, മേശരിക്ക് എങ്ങനെ അറിയാം? മേശരിക്ക് ഇവിടെ വലിയ പരിചയമില്ലാത്ത. ഞങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ഇവരുടെ ചർച്ചയല്ലേ മൊത്തം. വാട്സാപ്പ് ഗ്രൂപ്പോ? പേരെന്തുവാ? തൂക്കുകെട്ടാ. അങ്ങനെ വരൂ. എന്റെ മേശരി, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുവാ? എന്റെ പൊന്നെ വിശ്വസിക്കാം. അവര് പ്രാഗിയ അച്ചിട്ടതാ. മേശരി, അതൊന്നും ചുമ്മാ പറയുന്ന. അതുപോലെ ചില നാളുകാർക്ക് ദേശീയല്ല. മേശരിയുടെ നാളെന്തുവാ? എന്റെ നാള് മൂലം. ഒന്നുകൊണ്ടും പേടിക്കണ്ട, മേശരിയുടെ മൂലത്തിനൊന്നും സംഭവിക്കത്തില്ല. എന്റെ മൂലത്തിന് എന്ത് പറ്റാ? നിങ്ങളുടെ മൂലമല്ല, നിങ്ങളുടെ നക്ഷത്രം ഇല്ലേ മൂലം, അതിനൊന്നും സംഭവിക്കില്ല. മേശരി ധൈര്യമായിട്ട് കെട്ടിത്തുടങ്ങിക്കോളൂ. നിങ്ങൾ ഒരു കാര്യം പറയാം, ഞാൻ കൊച്ചുകുട്ടി പരാതികളായിട്ട് ജീവിക്കുന്നതാണ്. അവരില്ലല്ല, അവര് വന്ന പ്രാഗം തളർന്നു കിടക്കും, അതുകൊണ്ടാണ് പറയുന്നത്. സത്യമായിട്ടും അവരില്ല. അവരിതെല്ലാം കൂടെ വിറ്റുറക്കെ 3 മാസമായിട്ട് ഒരു കാശിക്ക് പോയേക്കുവാ. ഉറപ്പാണ്? ആ ഉറപ്പുണ്ടല്ലേ ഞാനിത് കെട്ടാന്ന് വിചാരിച്ചേ. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യും. എന്താ? ഈ ആദ്യം കെട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. അടിക്കാനുള്ള സാധനം ഉണ്ടോ? ഒരു ഫുൾ ഇന്നലെ ഞാൻ എടുത്ത് വെച്ചേക്കാണ്. ഒരു ഫുൾ ഇന്നലെ ഞാൻ എടുത്ത് വെച്ചു. ഒരുമാതിരി വൃത്തിയുടെ പറയരുത്. എന്ത്? നിങ്ങളെ പോലുള്ള ആൾക്കാരാണ്, ഞങ്ങളെ പോലുള്ള പണിക്കാർ ഇവിടെ വരുമ്പോഴത്തേനും ഫുള്ള് എടുത്ത് വെച്ചേച്ച് തുടക്കം രാവിലെ തന്നെ അടിക്കാനായിട്ട് പറയുന്നത്. പ്രേരിപ്പിക്കുകയാണ്. മേലാൽ ഇമ്മാതിരി പരിപാടി ഇവിടെ നടക്കത്തില്ല. ഞാൻ അങ്ങനെ മദ്യവെക്കുന്ന ആളല്ല, എനിക്കത് കുടിക്കുന്ന ഇഷ്ടമല്ല. പണി എന്ന് പറഞ്ഞാൽ പണിയാണ് എൻ്റെ കാര്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്. എന്തേ? പണിക്ക് മുമ്പേ ഒരു 3 പെഗ്. അതിൽ കൂടുതൽ ഞാൻ അടിക്കുകയില്ല. ഇങ്ങനെ നിർബന്ധിച്ചാലും അടിക്കുകയില്ല. പറഞ്ഞു വന്നപ്പോ ഞാൻ വിചാരിച്ചു മദ്യവിരോധി ആയിരിക്കും. എന്ത് സാധനം വേണോ? നിങ്ങൾ ഉദ്ദേശിച്ച കണക്കുള്ള ആടിയല്ല ഇത്. കുറ്റി അടിക്കണ്ട ഇത്. ആടെ കുറ്റി അടിക്കാനുള്ള കുറ്റിയും കയറും എല്ലാം. കയറിട്. ഇതെന്റെ നെഞ്ചത്തോട്ട് കൊണ്ടുവരുന്ന എന്തിനാ? അത് അവിടെ കൊണ്ട് കെട്ട്.
ഇതെല്ലാം വാങ്ങിക്കാൻ പറയാം, കയറ് മേടിച്ചു. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലൊക്കെ ഇത്രേ ഉള്ളത്. കല്ല് നിങ്ങൾ പണിയുന്ന കല്ലൊക്കെ ഇഷ്ടം പോലെ ഇപ്പൊ വരും. നിങ്ങൾ അതിന് പേടിക്കാൻ വേണ്ട. ആവശ്യമുള്ള കല്ല് ഒരു കയറുന്നു. ഇതെന്തിനാ എന്റെ അടുത്തോട്ട് കൊണ്ട് തരുന്നത്? അല്ല പിന്നെ ഇതെന്തിനാ? ഇത് ഇച്ചിരി പൊക്കി പിടിച്ച ഇത് അത്ര കുറച്ചുകൂടെ പോകട്ടെ. ഇത്രയോ? ആ കുറച്ചുകൂടെ പോകണം. അയ്യോ മെസ്സിരി, ഇത്രയും പൊക്കത്തിലൊക്കെ നമ്മൾ മതിൽ കെട്ടുമ്പോണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിൽക്കുകയല്ല. ഇത് അതിൽ കെട്ടാനാണ് കാര്യം പറഞ്ഞു. അതുമല്ല. അതെ ശരി. പിന്നെ ഞാൻ ഇതും പിടിച്ചോണ്ട് ഇരിക്കാൻ പോയി. ഇത് ഇവിടെ കാണാൻ ഇരിക്കട്ടെ. പിടിക്കാൻ നിൽക്കല്ലേ ഞാൻ. ഒരു കാര്യം ചെയ്യാം. അപ്പൊ പറയോ പറയോ. നമുക്ക് പണി ചെയ്യാൻ തുടങ്ങാം. അതെ, ആ ചാന്തി കൊണ്ട് നീട്ടി വെച്ചേ. ആ ചാന്ത് കുറച്ച്. ഇതാ ഞാൻ പറഞ്ഞ ചാന്ത്. ആരാടാ എന്റെ വീടിന്റെ അവിടെ കയറി പോക്കൃത്തരം കാണിക്കണത്? അവിടെ എങ്ങാനും വല്ലതും ചെയ്ത അവന്റെ കൈ ഞാൻ വെട്ടും. അല്ലല്ല, അത് ഏതോ അശരീരി പിന്നെ എന്റെ മിസ്റ്റേക്ക്, എന്റെ മിസ്റ്റേക്ക്. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ സമയം കളയണ്ട. നമുക്ക് ഈ പണി അങ്ങോട്ട് തുടങ്ങാം. നമുക്ക് ഈ സമയം പണി എടാ, ഞാൻ നേരത്തെ പറഞ്ഞത് നീയൊന്നും കേട്ടില്ലേ? അവിടെ എന്റെ അതിർത്തി കയറി കല്ല് കെട്ടി അവന്റെ കൈ ഞാൻ വെട്ടും. അതെ, അതാരാണത്? അതാ മറ്റേ അമ്മച്ചല്ലേ? നിങ്ങളല്ലേ പറഞ്ഞ അവര് കാശിക്ക് പോയെന്ന്? കാശിക്ക് പോയെന്നല്ല, അവരൊരു വാശിക്ക് പോയെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെ കൊല്ലാൻ വേണ്ടി ഈശ്വരാ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ആരാടാ ഇത് ചെയ്തത്? ആരാടാ എന്റെ ഈ അതിർത്തി കയറി ഇങ്ങനെ ചെയ്തത്? എന്റെ സൂര്യഭഗവാനെ, നീ കിഴക്കുതിച്ചു പോയി, നീ പടിഞ്ഞാറ് അസ്തമിച്ചേക്കണേ. ആരാടാ ഇത് കെട്ടിയത്? ഇത് ആരാടാ കെട്ടിയത്? ആരാടാ കെട്ടിയത്? ആരോ ആരോ ആരാ കെട്ടിയെന്ന് ചോദിക്കുന്നു. നീ കെട്ടിയതില്ല. ഞാൻ കെട്ടിയതാ. നീ കെട്ടിയതാ? നീ കെട്ടിയതല്ലേ? ഞാൻ കെട്ടിയൊരു കൊച്ചുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കെട്ടിയതാ. നിങ്ങളെ കെട്ടിയ കാര്യമല്ല, ഇത് ആരാടാ കെട്ടിയെന്നാ ഞാൻ ചോദിച്ചത്. അതാ ഞാൻ എനിക്ക് ഇപ്പൊ അറിയണം ഇത് ആരാ കിട്ടിയെന്ന്. ഈ ഞാനില്ലാത്ത സമയത്ത് എന്റെ വീട്ടിൽ അല്ല കെട്ടിയത്. ആര് കണ്ട്? നിങ്ങൾ ആര് കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാന് എന്തിനിവിടെ നിക്കണം? നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ടാണ് ഇവന്മാരുടെ കൈകൊട്ടിക്കളി ഇവിടെ നടക്കണത്. കൈകൊട്ടിക്കളിയാ? ഇതിനെ പറഞ്ഞ എല്ലാം ഒന്ന് തലേങ്കിലിട്ടണ്ട ആട്ട്. ഒരു അക്ഷരം മിണ്ടാണ്ട് എന്റെ വായിൽ എന്നെ തേങ്ങ കുത്തി വെച്ചിരിക്കണം മനുഷ്യ. നിങ്ങളുടെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഞാൻ പോയിട്ട് വന്നപ്പോ നിങ്ങൾ എന്തെടുത്തിരിക്കുകയാണ് ഇവിടെ? തെങ്ങാണ് പോലും. ഇവരാരോടാണ് സംസാരിക്കുന്നത്? അവരുടെ ഭർത്താവിനോട്. ഭർത്താവ് മരിച്ചുപോയെന്നല്ലേ പറഞ്ഞത്? ഭർത്താവ് പണ്ടേ മരിച്ചുപോയി. ക്രിക്കറ്റ് കളിക്കാരനായിരുന്നാ? എന്ത് പണ്ടേ മാച്ചിന് പോയി? പണ്ടേ മാച്ചിന് പോയെന്നല്ല, അവരുടെ ഭർത്താവ് പണ്ടേ മരിച്ചുപോയി. അങ്ങനെ അടക്കിയെടുത്തൊരു തെങ്ങ് നട്ട്, ഈ ചുടലത്തെങ്ങ് എന്ന് പറയത്തില്ലേ, അതാണ് പടന്ന് പന്തലിച്ചാ നിൽക്കുന്നത്. ഇപ്പൊ ഭർത്താവ് വന്നു പറഞ്ഞ അതിന്റെ അടുത്താ പോയി കാര്യം പറയുന്നത്. ചക്കി എന്നൊരു ചെമ്പാരും തകതോ തകതൈത, ചക്കി എന്നൊരു ചെമ്പാരും തകതോ തകതൈത, ചക്കി എന്നൊരു ചെമ്പാരും തകതോ. നാടൻ പാട്ടി തുടങ്ങി. ഇനി നാടൻ തെറിയായിരിക്കും ഇവിടെ വീഴുന്നത്. ഇവരെ ഇനി പിടിച്ചാ കിട്ടുകയില്ല. ഞാനൊരു കാര്യം പറയാം. എന്ത് കാര്യം? എന്തായാലും ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. ഇയാൾ ആദ്യം മതിലുണ്ടാക്കും, എന്നിട്ട് പാലുണ്ടാക്കാൻ പോകും. എന്തായാലും ഞാൻ പോയി കാര്യം ഞാൻ പറഞ്ഞേക്കാം. വർഷങ്ങളായിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവല്ലായിരുന്നോ? അതുകൊണ്ട് ഞാനൊരു പരിഹാരം ഉണ്ടാക്കാം. സംസാരിക്കാം. ആരെടുത്ത? അവരെടുത്താ? ആണ്ടാ, ഞാൻ ഒരു കാര്യം പറയാൻ നടക്കുകയല്ലത്. ഒരു മിനിറ്റ് ചെന്ന് കയറിക്കൊടു. അമ്മച്ചി, ഉണ്ണിയുടെ കയ്യിൽ പെട്ടി ഇങ്ങോട്ടാ. ഇതെന്താ കബീർ പൊന്നമ്മ കളിക്കുന്നത്? നിനക്ക് ജോൺ ഖോനായി കളിക്കാമെങ്കിൽ എനിക്ക് കബീർ പൊന്നമ്മ കളിക്കാം. നീ കൂടുതൽ സംസാരിക്കാതെ ഇത് തല്ലിപ്പൊളിക്കാം. അമ്മച്ചി, ചേച്ചി, ചേച്ചി, അക്കച്ചി, അക്കച്ചി. കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം. ചേട്ടൻ പറ. കുട്ടി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഒരു മിനിറ്റ്. എന്താ? ഇങ്ങോട്ട് മാറി സംസാരിക്കാം. എന്താ? അങ്ങേര് നോക്കും. അതെ, ഇവിടെ നിങ്ങൾ തമ്മിൽ കുറെ നാളായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ അതിനൊരു പരിഹാരം വേണ്ടേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി കുട്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം.
എന്റെ വൃത്തികേടാണ് പറയണത്. നാട്ടുകാർ കേട്ട എന്ത് പറഞ്ഞു? എടാ ഞാൻ ഭർത്താവ് മരിച്ചു പോയിട്ട് ഇന്നേ വരെയായിട്ടും ഒരു തന്റെ പുറകെ പോയിട്ടില്ല. എത്ര പേര് എന്റെ പുറകെ വന്നിട്ടുണ്ടെന്ന് അറിയാവാ? തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. അല്ല ഞാൻ നീ ഒന്നും പറയണ്ട, ചേട്ടനൊന്നും പറയണ്ട. ഈ ഭൂതം ഭാവി വർത്താനം ഒക്കെ പറഞ്ഞിട്ട് പോലെ പോകട്ടാ. 99 വയസ്സായി ഇവർക്ക്. ഇപ്പോഴും മധുര 16 പറഞ്ഞുള്ള മധുരം എല്ലാം കൊടുത്ത് ഷൂർ വന്ന് ഏത് വിഷയം ചത്തുപോകുന്നു പറഞ്ഞ് നടക്കുന്ന ഒരു പെണ്ണുപിള്ളേ അവര്. ഇത് മാത്രമല്ല പ്രശ്നം, കൂടോത്രം കണ്ടുപിടിച്ചതേ ഇവർക്ക് വേണ്ടിയാ. ആര് പറഞ്ഞു കൂടോത്രം? കൂടോത്രം എന്ന് പറഞ്ഞാൽ വലിക്കത്തൊന്നുമില്ല. നീ പറഞ്ഞാ വിശ്വസിക്കത്തില്ലെന്ന് നിനക്കറിയാമോ? ഇവിടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരൊറ്റ കോഴിയില്ല. നീ ഉണ്ടല്ലോ പിന്നെന്തിനാ? എടാ അതല്ല പറഞ്ഞത്. മുട്ടയില് കൂടോത്രം ചെയ്ത് എന്റെ വീട്ടിന് ചുറ്റിനും മൊത്തം കൊണ്ടൊന്ന് കുഴിച്ചിടും. ഇടേ ഞാൻ കാലെടുത്ത് വെക്കുമ്പോ ആ മുട്ടയിലെങ്ങാനും ചവിട്ടുകൊണ്ട് മുട്ട പൊട്ടിയാ തീർന്നില്ലേ? മുട്ട പൊട്ടിയാ തീർന്നു. ഈ മുട്ടയിൽ ഏതെങ്കിലും ഒന്നിൽ ചവിട്ടിയിട്ടായിരിക്കും എന്റെ പെണ്ണുമ്പുള്ള ഇവിടുന്ന് പിണങ്ങി കൊച്ചിനെ കൊണ്ട് അവക്കടെ വീട്ടിൽ പോയി നിൽക്കുന്നത്. അത് ശരി. ഇനി ഇതിന് ഇവര് ചത്തേനെ ശേഷം കൊണ്ട് വരുമെന്ന് പറഞ്ഞു നിൽക്കുക. അപ്പൊ ഇവര് ഒരു തേങ്ങയായിട്ട് വരുന്ന കൂടുപാത്രമാണ്. തീരുമാനം ഇത് അവരെറിഞ്ഞ് ഉടച്ചാൽ നമ്മൾ ആരെങ്കിലും തലമുണ്ട പൊട്ടിച്ചു ചുമ്മാ കൂടോത്രം ഞാൻ ഇന്ന് നിർത്തി തരാം. എറിഞ്ഞ് പൊട്ടിക്കും നമ്മുടെ തല കൂടോത്രം പിന്നെ എന്റെ തല പൊട്ടിയില്ല. കൂടോത്രല്ലായിരുന്നു കാട്ടെ. നീ എന്ത് പറഞ്ഞാലും ശരി തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്കിത് ചുമ്മാ കിട്ടിയൊന്നുമല്ല. എന്റെ മുത്തശ്ശൻ എനിക്ക് ഇഷ്ടദാനം തന്ന വസ്തു ഇതറിയാവോ? ഒരു കാര്യം അറിയാവോ? എന്റെ വീട്ടുമുറ്റത്ത് ഒരു മരത്തിൽ ഊഞ്ഞാല് കെട്ടി അച്ഛനെ ഊഞ്ഞാലാട്ടുമായിരുന്നു. ആ ഊഞ്ഞാലഴിച്ച് പെരക്കകത്ത് വെച്ചുകൊണ്ട് ആ ഊഞ്ഞാൽ എനിക്ക് തിരിച്ചു കിട്ടി. എന്റെ വീട്ടുമുറ്റത്ത് നിന്ന മരം ഇപ്പൊ അവരുടെ വീട്ടുമുറ്റത്താ കേട്ടാ. അതിര് മാന്തിക്കൊണ്ട് പോയതാ. ഇത് ഇവരുടെ അല്ല. ഇവര് ചുമ്മാ കൈയടക്കി വെച്ചേക്കുന്ന ഇവരെ അല്ലത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ രേഖയൊന്നുമില്ലേ? രേഖയുണ്ട്. ആധാരം ഉണ്ടാക്കണേ. ആധാരമുണ്ട്. എനിക്ക് ഇതിന്റെ മുന്നേ ആധാരം. എനിക്ക് ഇഷ്ടദാനം കിട്ടുകയാണെങ്കിൽ ഇതിന് എനിക്ക് ആധാരമുണ്ട്. ആധാരം ഉണ്ടെ കാണിക്കുന്നേ. കാണില്ലേ? ഇത് ആര് ചോദിച്ചാലും കാണിക്കാനായിട്ടാ ഞാൻ കൊണ്ടുവന്നത്. കണ്ടാ ഇതിന്റെ മുന്നാധാരം എന്ത്? ഇതാണ് മുന്നാധാരം. ഇത് കണ്ടാ മുന്നാധാരം. പിന്നാധാരം എന്ത്? പിന്നാധാരം. ഇത് പിന്നാധാരം. ഈ സൈസ് പരിപാടി. എന്റെ പൊന്നു സൂര്യ ഭഗവാനെ, നീ കിഴക്കുതിച്ചു പോയി. നീ എന്തായാലും ഇത് പൊളിച്ചു മാറ്റിയാ പറ്റും. നിങ്ങൾ ഇനി എന്ത് പ്രാവ്യാലും എങ്ങനെ പ്രാവ്യാലും ശരി തന്നെ എനിക്കിത് അതിര് കെട്ടി തിരിക്കണം. എന്റെ വസ്തു വിൽക്കണം. എന്റെ മോളെ കെട്ടിച്ചു വിടണം. നീ ഒന്നും പറയണ്ട. നിന്റെ ഇപ്പൊ പ്രശ്നം എന്നാ? നിന്റെ മകളെ കെട്ടിച്ചു വിടണം. എനിക്ക് എന്റെ മോളെ കെട്ടിച്ചു. പെയിന്റിങ്ങിന് പോണ ഷിബു ഇല്ലേ, ഇവന്റെ മകളുമായിട്ട് ഒരു അക്കച്ചൊക്ക അല്ലെന്ന് പറഞ്ഞ് ഇഷ്ടത്തിലാണെന്ന്. ഞാൻ ഇത് കണ്ട് കയ്യോടെ പിടിച്ച് രണ്ടുപേരും കൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി വെച്ച് ഞാൻ അങ്ങോട്ട് കല്യാണം അങ്ങ് നടന്നു. ദൈവമേ, എന്റെ കൊച്ചിന്റെ കല്യാണം അവര് നടത്തിയെന്ന്. ആ ഒന്നാം സാക്ഷി ആരാ? ആര്? ഈ നിക്കണ ഞാൻ. നിങ്ങൾക്ക് എന്തോത്തിന്റെ നോക്കാടാ കാണാം. ഇപ്പൊ നീ ഏതാണ്ട് രക്ഷോട്ടില്ല. എന്ത്? ചുളുവില് സ്ഥലവും കിട്ടി, ചുളുവില് മകളെ കെട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത്. ഒരു കാര്യം പറ, എന്റെ മോടെ കല്യാണം നടത്തിയിട്ട് പൊന്നു സൂര്യ ഭഗവാനെ, നീ കിഴക്കുതിച്ചു പോയി, നീ പടിഞ്ഞാറ് അസ്തമിക്കണേ. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും കാലാകാലങ്ങളായിട്ട് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് തന്നെ അസ്തമിക്കുന്നേ. ഓടാ